നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റായ എൻക്യാപ്സുലേഷൻ ആണ്. സോ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ബൈൻഡിങ് ഓഫ് ഡാറ്റാസ്, അതായത് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ഇൻ എ ക്ലാസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഒരു ക്ലാസ്സിനുള്ളിലെ ആട്രിബ്യൂട്ട്സ് അഥവാ വേരിയബിൾസും മെത്തേഡ്സും നമ്മൾ ബൈൻഡ് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിന്, അല്ലെങ്കിൽ ഒരു ക്യാപ്സൂൾ രൂപത്തിലാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഉദാഹരണമായി നമ്മുടെ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഒരു ക്യാപ്സൂൾ രൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, സോ അതിലൊരു ഭാഗം നമ്മൾ വേരിയബിൾസും അതിലൊരു ഭാഗം ഒരു മെത്തേഡ്സുമായി കണക്കാക്കുക. സോ ഇങ്ങനെ വേരിയബിൾസിനെയും മെത്തേഡ്സിനെയും ഒരു ക്യാപ്സൂൾ രൂപത്തിൽ അല്ലെങ്കിൽ രണ്ടിനെയും യോജിപ്പിച്ച് ഒരു യൂണിറ്റ് ആക്കി മാറ്റുന്ന ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമുക്ക് എൻക്യാപ്സുലേഷൻ അച്ചീവ് ചെയ്യുന്നതിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമായി നമ്മുടെ വേരിയബിൾസ് എല്ലാം നമ്മൾ പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്യുക. സോ പ്രൈവറ്റായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വേരിയബിൾസിന് ഔട്ട്സൈഡ് ക്ലാസ്സിൽ, നമ്മൾ ആ ക്ലാസ്സിലല്ലാതെ മറ്റൊരു ക്ലാസ്സിൽ നിന്നും അതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ അതുപോലെ ഇനി അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ, അതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പബ്ലിക് ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് ഉപയോഗിക്കാം. സോ ഗെറ്റർ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സെറ്റർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വേരിയബിൾസ് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. സോ വി ആൻഡ് മോഡിഫൈ വേരിയബിൾസ് വാല്യൂസ് ത്രൂ പബ്ലിക് ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ്സ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾസിനെ പുറത്തുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഡാറ്റ ഹൈഡിങ് എന്ന് വിളിക്കുന്നു. കാരണം നമ്മുടെ ഡാറ്റ പുറത്തുള്ള ക്ലാസ്സുകളിൽ നിന്നും ഹൈഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഡാറ്റ സെക്യൂരിറ്റി. സോ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡാറ്റയെ പുറത്തു നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റാസിൻ്റെ സെക്യൂരിറ്റി വർദ്ധിക്കുന്നു. രണ്ടാമത്തേത് ഇൻക്രീസ് റീഡബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സോ നമ്മുടെ പ്രോഗ്രാം സ്ട്രക്ചർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും, അതുപോലെ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. മൂന്നാമത് കോഡ് റീയൂസബിലിറ്റി. സോ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലെ എല്ലാ പ്രധാനപ്പെട്ട കൺസെപ്റ്റിനുമുള്ള കോഡ് റീയൂസബിലിറ്റിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ നമ്മൾ എൻക്യാപ്സുലേഷൻ എക്സാമ്പിൾ ചെയ്യുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിലെ അക്കൗണ്ട് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ളൊരു പ്രോഗ്രാമാണ്. സോ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലാസ് ബാങ്ക് AC. ഇതിൽ നമ്മൾ ഒരു സാധാരണ നമ്മൾ കൊടുക്കുന്നത് പബ്ലിക്, നമ്മൾ ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ കൊടുക്കുന്നു, AC ബാലൻസ്. സോ ഇനി നമ്മളൊരു ബാങ്ക് ACയിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണമായി ബാങ്ക് AC1. സോ AC1 ഡോട്ട് AC ബാലൻസ് നമുക്കിതുപോലെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു AC ബാലൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ പബ്ലിക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മുടെ ഔട്ട്സൈഡ് ക്ലാസ്സിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സമയത്താണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ പബ്ലിക് എന്ന് പറയുന്ന ഈ ആക്സസ് സ്പെസിഫയർ നമ്മൾ ഇവിടെ പ്രൈവറ്റ് ആക്കുന്നു. പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡാറ്റ നമ്മൾ ഇപ്പോൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഡാറ്റ ഹൈഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ AC1 ഡോട്ട് AC ബാലൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും, സോ നമ്മൾ ബിൽഡ് ചെയ്ത് നോക്കാം, നമുക്കിവിടെ ഒരു എറർ വരുന്നത് കാണാം. സോ നമുക്കിവിടെ AC ബാലൻസ് നമ്മൾ ആക്സസ് ചെയ്തപ്പോൾ നമുക്കൊരു എറർ വന്നു. ബാങ്ക് AC ഈസ് എ പ്രൈവറ്റ് വിത്തിൻ ദ കോണ്ടാക്ട്. സോ നമ്മളിത് പ്രൈവറ്റ് ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇനി ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. സോ ഇതാണ് നമ്മുടെ ഡാറ്റ ഹൈഡിങ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഈ AC ബാലൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വാല്യൂ നമുക്ക് ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിന്, അതായത് ഈ ഒരു ക്ലാസ്സിൻ്റെ പുറത്ത് നിന്ന് ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പബ്ലിക് ആക്സസിൽ നമ്മൾ 2 മെത്തേഡ് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് കൊടുക്കുന്നു. സോ ഗെറ്റർ മെത്തേഡ് നമ്മൾ നമ്മുടെ ഈ സാലറി ഡീറ്റെയിൽസ് കിട്ടുന്നതിന്, അതുപോലെ സെറ്റർ മെത്തേഡ് നമ്മളത് സെറ്റ് ചെയ്യുന്നതിന്. സോ നമുക്ക് ആദ്യം സെറ്റർ മെത്തേഡ് കൊടുക്കാം. സോ വോയിഡ്, റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്, സെറ്റ് ബാലൻസ്. നമ്മളൊരു പാരാമീറ്റർ കൊടുക്കുന്നു. നമ്മുടെ വാല്യൂ പാസ് ചെയ്യുന്നതിന് int b എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ AC ബാലൻസ് എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതിന് നമ്മളൊരു ഗെറ്റർ മെത്തേഡ്, സോ നമ്മൾ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ കൊടുക്കുന്നു. ഗെറ്റ് ബാലൻസ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. അതിനുശേഷം നമുക്ക് നമ്മുടെ
എ സി ബാലൻസ് റിട്ടേൺ എ സി ബാലൻസ് നമ്മുടെ എ സി ബാലൻസ് വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ നമ്മൾ സെറ്റ് ചെയ്ത ബാലൻസ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നു. സോ ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആയിരിക്കും. സോ നമുക്ക് ഇനി നമ്മൾ ഈ പബ്ലിക്കായി കൊടുത്ത രണ്ട് മെത്തേഡ്, അതായത് സെറ്റ് ബാലൻസും ഗെറ്റ് ബാലൻസും എന്ന് പറയുന്ന ഗെറ്റർ ആൻഡ് സെറ്റർ മെത്തേഡ് നമുക്ക് ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ, ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ആദ്യമായി ബാലൻസ് സെറ്റ് ചെയ്ത് നോക്കാം. AC1 ഡോട്ട് സെറ്റ് ബാലൻസ്. സോ നമ്മൾ ആർഗ്യുമെൻറ്റിനുള്ളിൽ നമ്മൾ 10,000 എന്ന് കൊടുക്കുന്നു, ബാലൻസ് സെറ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ ബാലൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. സോ നമുക്ക് എറേഴ്സ് ഒന്നും ലഭിക്കുന്നില്ല. സോ ഇനി നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു അക്കൗണ്ട് ബാലൻസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഗെറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മളത് പ്രിൻറ്റ് ചെയ്യുന്നു. cout AC1 ഡോട്ട് ഗെറ്റ് ബാലൻസ്, ഇതുപോലെ ഫംഗ്ഷൻ കൊടുക്കുക. സോ ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമ്മളിവിടെ ചെയ്തത് നമ്മുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം പ്രൈവറ്റ് ആയി കൊടുത്തു. അതിനുശേഷം നമ്മൾ രണ്ട് ഗെറ്റർ സെറ്റർ ഫംഗ്ഷൻസ് അഥവാ ഗെറ്റർ സെറ്റർ മെത്തേഡ് നമ്മൾ പബ്ലിക് ആയി കൊടുത്തു. ആ ഒരു ഗെറ്റർ സെറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ആണ് നമ്മൾ നമ്മുടെ വേരിയബിൾ ആക്സസ് ചെയ്യുന്നതും അത് മോഡിഫൈ ചെയ്യുന്നതും. സോ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയുടെ സെക്യൂരിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. സോ നമ്മളിവിടെ ഈ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ലോഗിൻ ഫോം വെക്കുകയാണെങ്കിൽ ആരാണ് സെറ്റ് ചെയ്യുന്നതെന്നും സോ നമുക്ക് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം അതിൻ്റെ ആക്സസ് നൽകാൻ സാധിക്കുന്നതാണ്. സോ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഈ ക്ലാസിൻ്റെ ഔട്ട്സൈഡിൽ നിന്നും വളരെ സുരക്ഷിതമായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഡാറ്റയെ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഡാറ്റയെ ഈ ഒരു ഫംഗ്ഷൻസുമായി നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മെത്തേഡുമായി നമ്മൾ ബന്ധിപ്പിച്ചു. സോ ഇതാണ് എൻകാപ്സുലേഷനുള്ള ഒരു ഉദാഹരണമെന്ന് പറയുന്നത്.